അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയാകുന്ന അബൂ ത്വാലിബ് എന്നവരെപ്പറ്റി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അവിടുത്തെയുടെ യഥാർത്ഥ പേര് അബ്ദു മനാഫ് എന്നായിരുന്നു. തൻ്റെ സന്താനങ്ങളിലെ മൂത്ത പുത്രനായ ത്വാലിബ് എന്ന മകനിലേക്ക് ചേർത്തിയിട്ടാണ് അബൂ ത്വാലിബ് എന്ന വിളിപ്പേര് വന്നത്. ആ വിളിപ്പേരാണ് പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളതും. മൊത്തത്തിൽ 4 ആൺമക്കളും 2 പെൺമക്കളുമാണ് ഉള്ളത്. ഒന്നാമത്തെ മകൻ്റെ പേര് ത്വാലിബ് എന്നായിരുന്നു. രണ്ടാമത്തെ മകൻ്റെ പേര് അഖീൽ എന്നാണ്. മൂന്നാമത്തെ മകൻ ജഅഫർ ആണ്. നാലാം ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു ആണ്. അവിടുത്തെയുടെ മക്കളിൽ ത്വാലിബ് ഒഴികെയുള്ള 2 പെൺമക്കളും 3 ആൺമക്കളും സഹാബികളാണ്. അവർ സഹാബികളുടെ ഗണത്തിൽ എണ്ണപ്പെടുന്നു. എന്നാൽ ത്വാലിബ് എന്നവർ ശഅബ് അബി ത്വാലിബിൽ താമസിച്ച് ദുരിതപൂർണമായ ജീവിതം നേരിട്ട് രോഗബാധിതനായി മാറി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ ഖുറൈശികൾ ബഹിഷ്കരിച്ചപ്പോഴാണല്ലോ അവർ നീണ്ടകാലം ശഅബ് അബി ത്വാലിബിൽ താമസിക്കാനെത്തിയത്. ആ മലഞ്ചെരുവിലെ ദീർഘനാളത്തെ വാസം കൊണ്ട് രോഗബാധിതനായ അദ്ദേഹം പിതാവായ അബൂ ത്വാലിബ് എന്നവരുടെ വഫാത്തിന് ശേഷം മരണപ്പെടുകയുണ്ടായി. സാങ്കേതികമായി സഹാബി എന്ന ഗണത്തിൽ എണ്ണപ്പെടുന്നതായി ചരിത്രത്തിൽ കാണുന്നില്ല. അതിനാൽ സന്താന പരമ്പരയും അറിയപ്പെടുന്നില്ല. അഖീൽ റളിയല്ലാഹു അൻഹു എന്ന പുത്രൻ ചരിത്ര പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഖലീഫമാരുടെ കാലത്തിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് വഫാത്താകുന്നത്. ഈ അഖീൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് മുസ്ലിം റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ വായിക്കാവുന്നതാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇറാഖുകാർ ഇറാഖിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആഗമനം ആഗ്രഹിക്കുന്നുണ്ടെന്നും ഖലീഫയായി ഭരണാധികാരിയായി ബൈഅത്ത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം കത്തുകൾ അയച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കൂഫയിലേക്ക് അന്വേഷണാർത്ഥം നിയോഗിച്ചു വിട്ടത് മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂഫയിലേക്കുള്ള ചെന്നുചേരലും തുടർന്ന് നടന്ന കർബലായുടെ കണ്ണീർ കഥകളും വിശാലമായ ചരിത്രാധ്യായങ്ങളാണ്.